2017 ഡിസംബർ മാസത്തിലെ ഒരു രാത്രി. ആ നിമിഷം വരെ സാധാരണമായിരുന്ന ജോമോന്റെ ജീവിതം ആ രാത്രിയോടുകൂടി പൂർണ്ണമായി മാറിമറിഞ്ഞു. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അപ്രതീക്ഷിതമായാണ് ജോമോന്റെ വീട്ടിലെത്തിയത്. കുടുംബത്തോടൊപ്പം അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാനാകാതെ സ്തബ്ധനായി നിന്നുപോയി. പ്രിയപ്പെട്ട ഭാര്യയുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മുന്നിൽ വെച്ച് അയൽക്കാരുടെ നോക്കുകൾക്കിടയിലൂടെ താൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരു കുറ്റവാളിയെ പോലെ പൊതുനിരത്തിലൂടെ അദ്ദേഹത്തെ നടത്തിക്കൊണ്ടുപോയി. ലൈംഗിക പീഡനം എന്ന അതിഗുരുതരമായ ആരോപണമായിരുന്നു അദ്ദേഹത്തിന്മേൽ ചുമത്തപ്പെട്ടത്. കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറ എന്ന സ്ഥലത്ത് സെൻറ്റ് സേവിയേഴ്സ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം നടത്തി വരികയായിരുന്നു ഞാൻ. 2015 സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനത്തിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചിരുന്നു. അങ്ങനെ അഡ്മിഷൻ എടുത്ത് പഠിച്ച കുട്ടിയെ പഠനത്തിന് ശേഷം കുട്ടികൾക്ക് പ്രാക്ടീസിനായി വിവിധ സ്ഥലങ്ങളിൽ അയച്ചിരുന്നു. അങ്ങനെ അയച്ചിരുന്നതിൽ മഹാരാഷ്ട്രയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു കുട്ടിയെ പ്രാക്ടീസിനായി അയച്ചിരുന്നു. ആ കുട്ടിയാണ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത്. ഞാൻ ആ കുട്ടീനെ പീഡിപ്പിച്ചു എന്നും ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു എന്നും സ്കൂളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കുട്ടി എനിക്കെതിരെ പരാതി കൊടുക്കുകയായിരുന്നു. 2017 എനിക്കെതിരെ പരാതി കൊടുക്കുന്നത്. കുട്ടിയെ 2015 പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതിയിലുണ്ടായിരുന്നത്. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ദിവസം സിഐയും മറ്റൊരു പോലീസുകാരനും വീട്ടിലെത്തി. എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് എന്നെ കയ്യെ പിടിച്ചുകൊണ്ട് പോയി. എന്നെ ഇവിടുന്ന് 1.5 കിലോമീറ്ററോളം നടത്തി റോഡിലൂടെ എന്നെ നടത്തിക്കൊണ്ടാണ് പോകുന്നത്. ഞാനപ്പോൾ അവരോട് പറയുന്നത്, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവർ പോകുന്ന വഴിയിലും പിന്നെ കുറച്ച് അസഭ്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് എൻ്റെ വീട് ഒരു ഗ്രാമപ്രദേശത്താണ്, മധുരവേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ആ ഗ്രാമപ്രദേശം എൻ്റെ വീടൊരു കോളനിയുടെ നടുക്കുഴിയാണ് വഴിയുള്ളത്. അതിൽ എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ട് റോട്ടിലൂടെ നടത്തിക്കൊണ്ട് പോയി ഒരുപാട് ആൾക്കാർ ഇത് കാണുകയും എൻ്റെ പുറകെ വരികയും ചെയ്തു. പലരും ചോദിച്ചു എന്താ സംഭവം എന്ന് പലരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും അവരൊരു 1.5 കിലോമീറ്ററോളം നടത്തിക്കൊണ്ട് പോയിട്ട് അവരെന്നെ വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ ആ ലോക്കപ്പിലിട്ടു. ലോക്കപ്പിലിട്ട ശേഷം അവർ ആ കുട്ടിയുടെ മൊഴി എടുത്തുകൊണ്ട് വന്നു. പിന്നീട് രാത്രി ആയപ്പം പോലീസുകാരൻ എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞ് തിരിച്ചു വിട്ട് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എന്നെ തിരിച്ചു വിട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു പൊക്കോ, ഇങ്ങനെ കൊച്ചുങ്ങൾ മൊഴി തന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുവാണ്. പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എന്നെ വീണ്ടും പോലീസുകാർ വിളിക്കുന്നു. ഇവിടം വരെ ഒന്ന് വരുമോ, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോവാണ്. വീണ്ടും എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസം അവരെന്നെ നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടിടുവാണ്. എന്നോടൊന്നും ചോദിക്കുന്നൊന്നുമില്ല. വളരെ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ. അങ്ങനെ വെള്ളിയാഴ്ച പിടിച്ചിട്ടതിന് ശേഷം ആ കുട്ടിയെ കൊണ്ട് വീണ്ടും കുട്ടിയെ കൊണ്ട് ഒരു ഞായറാഴ്ചയാണ് കുട്ടിയെ കൊണ്ട് വനിതാ സെല്ലിൽ കേസ് കൊടുപ്പിക്കുന്നത്. ഞാൻ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ലോക്കപ്പിൽ കിടന്നു. ഞായറാഴ്ച ആ കുട്ടിയെ കൊണ്ട് വനിതാ സെല്ലിൽ കേസ് കൊടുപ്പിച്ച് തിങ്കളാഴ്ച എന്നെ കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. കോട്ടയം ജില്ലാ ജയിലിലേക്ക് എന്നെ റിമാൻഡ് ചെയ്തു. 1 മാസം മിച്ചം ഞാൻ കോട്ടയം ജില്ലാ ജയിലിൽ കഴിഞ്ഞു. എനിക്ക് ജില്ലാ ജയിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ടി വിയിലെല്ലാം കണ്ടത് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ റിമാൻഡ് ചെയ്യണത്. ആകപ്പാടെ എൻ്റെ മാനസികാവസ്ഥ വരെ തളർന്നു പോയി. കാരണം എൻ്റെ കുഞ്ഞു കൊച്ച് 7 മാസം പ്രായമുള്ള കുഞ്ഞിന്, മൂത്ത കുട്ടിയാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാര്യയും പെട്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും മേലാത്തതിനപ്പുറമായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ 1 മാസത്തോളം ഞാൻ ജില്ലാ ജയിലിൽ കിടന്ന് അനുഭവിച്ചു. കരഞ്ഞും പ്രാർത്ഥിച്ചും ഒക്കെ മുമ്പോട്ട് പോയി. വീണ്ടും 1 മാസത്തിന് ശേഷമാണ് എനിക്ക് ജാമ്യം കിട്ടുന്നത്. ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ജാമ്യത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. എല്ലാ ദിവസവും വന്ന് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ 10 മണി തൊട്ട് 11 മണി വരെയുള്ള സമയത്ത് എന്നും ഒപ്പിടണം. അങ്ങനെ ഞാൻ ഇവർ മെയിൻ റിപ്പോർട്ട് കൊടുക്കുന്നവിടം വരെ ഒപ്പിടണമെന്ന് പറഞ്ഞു. അങ്ങനെ 8 മാസത്തോളം ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി ഒപ്പിടുമായിരുന്നു. ഇവിടെ മധുരവേലി പള്ളിയുണ്ട്, മധുരവേലി ഇൻഫൻറ്റ് ജീസസ് ദേവാലയം, പോൾ ചാലാവീട്ടിൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ എല്ലാ ശനിയാഴ്ചയും ഇവിടെ ഏകദിന ധ്യാനം നടക്കാറുണ്ട്. നിരവധി ആൾക്കാർ അവിടെ വന്ന് രോഗസൗഖ്യവും പ്രാർത്ഥിച്ചു ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അച്ഛനെ കണ്ട് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ കാര്യങ്ങളിങ്ങനെ അവരുടെ വിഷമങ്ങൾ പറയാറുണ്ട്. ഒരു ദിവസം ഞാൻ സജി അച്ഛനെ കാണാനായി മധുരവേലി പള്ളിയിൽ പോവുകയും അച്ഛനെ കണ്ട് ഞാൻ അച്ഛനോട് എൻ്റെ അവസ്ഥകളെല്ലാം കരഞ്ഞ് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ഒത്തിരി നെർവസായിരുന്നു. കാരണം ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ജോമോനെ ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയായിരുന്നു. വളരെ വേദനയോടുകൂടി എന്നെ എടുക്കാൻ വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല,
ഞാൻ ജോമനോട് പറഞ്ഞു, ജോമനെ നീ നിരപരാധിയാണ് എങ്കിൽ ഉറപ്പായിട്ടും ദൈവം നിന്നെ സഹായിക്കും. നീ ഇവിടെ വന്ന് ധ്യാനം കൂടുക. 8-10 ആഴ്ചക്കുള്ളിൽ തന്നെ ദൈവം അതിന് വിധി തരും. നിനക്ക് ഒരു വലിയ അഭിഷേകം ദൈവം തരും. അങ്ങനെ ജോമോൻ വന്ന് കണ്ണുനീരോടെ ഇവിടെ വന്ന് ഗാഡലുപ്പമാതാവിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ വന്ന് ധ്യാനം കൂടി 8-ാമത്തെ ആഴ്ചയായപ്പോൾ തന്നെ ഇവിടെ ആ കുട്ടി ഇവിടെ വന്ന് പബ്ലിക്കായിട്ട്, ശരിക്കും വലിയ അതിശയമായിരുന്നു. കോടതി വിധി വന്നതിന് ശേഷം ആ കുട്ടി ഇവിടെ വന്ന് പബ്ലിക്കായിട്ട്, ഒരു പെൺകുട്ടിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല, അവളെല്ലാവരുടെയും മുമ്പിൽ, ഇവിടെ 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു, അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഈ ജോമോൻ നിരപരാധിയാണെന്ന് പറഞ്ഞ നിമിഷം ആ സാക്ഷ്യം ജോമോനെ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ഫാമിലിയോടും മകനോടും ഭാര്യയോടും മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ചെയ്തു പോയ തെറ്റ് അറിഞ്ഞോ അറിയാതെ തെറ്റിന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മാപ്പ് ചോദിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പാകെ. ഞാൻ അങ്ങനെ ജയിലിലായിരുന്നപ്പോൾ ഞാൻ നിരവധി വിഷമിച്ചു. ഒരു ദിവസം പോലും ഉറങ്ങാൻ പറ്റിയില്ല, ഭക്ഷണം പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ ആരും എന്നോട് മിണ്ടുന്നില്ല. ഞാൻ ശരിക്കും വിഷമിച്ചിട്ട് എൻ്റെ സാമ്പത്തികം എല്ലാം നഷ്ടപ്പെട്ടു പോയി. സ്കൂള് കയ്യിൽ നിന്ന് പോയി. ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങി കപ്പം കൃഷിയിലിറങ്ങി. വേറെ എനിക്ക് മറ്റൊരു ജോലിയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഓരോ ദിവസവും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി 10-നും 11-നും ഇടയ്ക്ക് ഒപ്പിട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ വന്ന് 8 മാസത്തോളം ഞാൻ വിഷമിച്ചു. പിന്നീട് ഞാൻ കപ്പ കൃഷിയെല്ലാം നഷ്ടത്തിൽ വന്നു. വളരെ വിഷമിച്ചു. അങ്ങനെയെല്ലാം നിൽക്കുമ്പോഴും എൻ്റെ വൈഫ്, അവർ കുടുംബവും പിന്നെ എൻ്റെ സഹോദരങ്ങളും എനിക്ക് തുണയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു, എന്നെ ചേർത്ത് പിടിച്ച ഐശ്വര്യ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അവരുടെ എല്ലാം സപ്പോർട്ടാണ് എനിക്കിന്നും ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഒരു സ്നേഹ കൂട്ടായ്മയുണ്ട്. ഐശ്വര്യ സ്നേഹ കൂട്ടായ്മ ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ട് പോകുന്ന എല്ലാ രീതിയിലും നമുക്കുണ്ടായ അനുഭവം പോലെ തന്നെ ഞങ്ങളതിനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെ എങ്ങനെ നേരിടുമെന്ന് ഞങ്ങൾ പല അച്ഛന്മാരോടും ഒക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നിയമപരമായിട്ട് ഞങ്ങൾ നേരിടാനൊക്കെ ഞങ്ങളും പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ഇങ്ങനെ മാനസാന്തരം ഉണ്ടായും പള്ളിയിൽ വന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പരസ്യമായിട്ട് പറയുന്നു. വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ജോമോൻ ഇന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. തന്നെ കള്ളക്കേസിൽ കുടുക്കിയ സ്ത്രീക്കെതിരെ നിയമ നടപടികൾക്ക് മുതിരേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. നീണ്ട അന്വേഷണങ്ങൾക്കും കോടതി നടപടികൾക്കുമിടയിൽ ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷവും വേദനയും എത്രത്തോളമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. വൈകിയെങ്കിലും സത്യം വെളിപ്പെടുത്താൻ ആ സ്ത്രീ കാണിച്ച ആർജവത്തോട് അദ്ദേഹത്തിന് നന്ദിയുണ്ട്. എന്നെ കേസിൽപ്പെടുത്തിയത് എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. എനിക്ക് ആ കുട്ടിയോട് പരാതിയില്ല. എനിക്ക് അതിന് നഷ്ടപരിഹാരത്തിന് ഞാൻ കേസ് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ആ കുട്ടി വേറൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ്. അതിൽ 2 കുട്ടികളുണ്ട്. ഞാൻ വീണ്ടും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അറിയാം ഇത്രയും പരസ്യമായ സംഭവം. ഈ കുട്ടി എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നീട് ആ കുഞ്ഞുങ്ങളോർക്കും. അധ്യാപകനോട് വന്ന് ഞാൻ ക്ഷമ പറഞ്ഞിട്ടും എൻ്റെ അമ്മ ക്ഷമ പറഞ്ഞിട്ടും അദ്ദേഹം കേസ് കൊടുത്തല്ലോ. പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരും എൻ്റെ ഭവനത്തിൽ വരാൻ പാടില്ല. ഞാൻ അങ്ങനെ മറ്റൊരാളുടെ വേദനകൾ എനിക്ക് സഹിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഞാൻ ആ കുട്ടിക്കെതിരെ കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാത്തത് മറ്റൊന്നുമല്ല, അവർ 2 കുട്ടികളുമായിട്ട് ജീവിക്കുകയാണ്. കേസ് കൊടുത്ത് ജയിലിൽ പോയാലുള്ള അവസ്ഥ നേരിട്ട് അറിഞ്ഞതാണ് ഞാൻ. അങ്ങനെ ഒരു അവസ്ഥ മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. നമ്മളെ ഉപദ്രവിക്കുന്നവർക്കാണ് പോലും അങ്ങനെ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തനിക്കെതിരെ നടന്ന ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ആരെല്ലാമാണെന്ന് ജോമോന് കൃത്യമായ ബോധ്യമുണ്ട്. എങ്കിലും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവിൻ എന്ന് കൊളോസ്യസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിലെ തിരുവചനം നെഞ്ചിലേറ്റിക്കൊണ്ട് അവരോടെല്ലാം ക്ഷമിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ന് ജോമോൻ അന്തസ്സോടെ തലയുയർത്തി തന്നെ നടക്കുകയാണ് പുതിയ പ്രതീക്ഷകളുമായി പ്രകാശപൂർണമായ ഒരു ഭാവിയിലേക്ക്.